السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي رسولنا صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا. ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അകലെ നിന്നും അടുത്തു നിന്നുമായി ഈ സംസാരം കേൾക്കാനും ശ്രവിക്കാനും വേണ്ടി അതിലേക്ക് എന്താണ് പറയുന്നത് എന്നതിനെ പഠിക്കാനുമായി ആഗ്രഹിക്കുന്ന എല്ലാവരോടും ആദ്യമായി ഈ സദസ്സിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും ഇങ്ങനെയൊരു പ്രോഗ്രാം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെക്കുറിച്ച്, മതത്തെക്കുറിച്ച് സംസാരിക്കപ്പെടുന്ന ഈ ഒരു പരിപാടി നമ്മൾ വെക്കുന്നതിന് മഹത്തായ വളരെ വലിയ ചില ലക്ഷ്യങ്ങളുണ്ട്. അതിലേറ്റവും വലുതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുണ്യമായി പഠിപ്പിച്ചു തന്ന അല്ലാഹുവിൻ്റെ ദീനിലേക്ക് വിളിക്കുക എന്ന ദഅവ, പ്രബോധനം, അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു സംസാരം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുകയും ചെയ്തവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതിലൂടെ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ, ഏറ്റവും നല്ല സംസാരം സംസാരിച്ചവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവനാണ് എന്ന ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും അമ്പിയാക്കൾ, മുർസലീങ്ങൾ നിർവഹിച്ചു പോന്ന ആ ബാധ്യത, അത് ഏറ്റെടുക്കുക എന്ന ആ ദൗത്യത്തിൻ്റെ നിർവഹണം എന്ന രൂപത്തിൽ നമ്മൾ ഈ സംഘടിപ്പിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള ക്ഷണമാകുന്നു ഈ സംസാരം. ഈ സംസാരത്തെ കൃത്യമായി കേൾക്കണമേ എന്നും അതുപോലെ തന്നെ സശ്രദ്ധം അതിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണമേ എന്നും അടുത്തും അകലെ നിന്നും ഈ സംസാരം കേൾക്കുന്ന ഓരോരുത്തരോടും നമുക്ക് പറയാനുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള ചേരിതിരിവുകളും കക്ഷിമാത്സര്യങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള നൂതന പ്രവർത്തനങ്ങളും പുതിയ രീതികളും പുത്തനാചാരങ്ങളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളേവരും ഉള്ളത് എന്നത് പറഞ്ഞറിയിക്കാൻ വേറെ വാക്കുകളൊന്നും ആവശ്യമില്ല. നമ്മളുടെ തന്നെ അയൽ നാടുകളിൽ പല രൂപത്തിലുള്ള, അല്ലെങ്കിൽ നമ്മളുടെ വീടുകൾക്കടുത്ത് തന്നെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ
ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത് നമ്മളേവരും കണ്ടതാണ്. ആളുകൾ മൂക്കത്ത് വിരൽ വെക്കുമാറ്, ആളുകൾ അത്ഭുതപ്പെടുമാറ്, മുസ്ലിമീങ്ങൾ ലജ്ജിക്കുമാറ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിമീങ്ങളുടെ പേരിൽ നടത്തപ്പെടുകയുണ്ടായി. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നായിരുന്നു റബീഉൽ അവ്വൽ 12 ഈ സമൂഹം നടത്തിക്കൂട്ടിയ കാര്യങ്ങൾ ഓരോന്നും. നമ്മളുടെ വീടുകളിൽ നിന്നും അധികം അകലെയല്ല ഈ കഴിഞ്ഞ ദിവസത്തിൽ മാർച്ചിൽ സംഭവിച്ച സംഭവം. അതായത് ഒരു നബിദിന പരേഡ് നടത്തുകയും ആ നബിദിന പരേഡിൽ മറ്റുള്ള മതങ്ങളുടെ ആരാധനാലയങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുകയും അവിടേക്ക് സല്യൂട്ട് അടിക്കുകയും ചെയ്യുന്ന പരിതസ്ഥിതി മുസ്ലിമീങ്ങൾ ചെയ്തു എന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇതര ആചാരങ്ങളെ കോപ്പിയടിച്ചുകൊണ്ട് അവയുടെ സംസ്കാരങ്ങളെ പൂർണ്ണമായും മൊത്തത്തിൽ വിലക്കെടുക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരം പരിപാടികളിൽ നമ്മൾ കണ്ടത് എന്നത്, സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എന്നത്. അത് നമ്മളേവരും അത്ഭുതത്തോടെ ഈ ഇസ്ലാമിക സമൂഹത്തിൻ്റെ മാറ്റത്തിൻ്റെ വേഗതയെ മുസ്ലിമീങ്ങൾ എങ്ങോട്ടാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആശങ്കയോടെ നമ്മളവരും ചോദിച്ചതാണ്. ഉസ്താദുമാർ സമ്മതിച്ചിട്ടാണോ ഇതൊക്കെ എന്ന് പലരും മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു പോയി. അവർ പറഞ്ഞു, ഉസ്താദുമാരോട് ചോദിച്ചു, ഉസ്താദുമാർ പ്രശ്നമില്ലെന്നാണ് പല ഉസ്താദുമാരും പറയുന്നത്, അതൊക്കെ നല്ലതാണ് എന്നതാണ് ഉസ്താദുമാർ പറയുന്നത് എന്നാണ് പലരും പറഞ്ഞ മറുപടികൾ. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അതുപോലെ തന്നെ കക്ഷി മാത്സര്യങ്ങളുടെ പേരിൽ പരസ്പരമുള്ള പോരടിക്കലുകളുടെ പേരിൽ മുസ്ലിമീങ്ങൾ തമ്മിൽ പല സംഘടനകളും കക്ഷികളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ലാത്ത, പഠിപ്പിച്ചിട്ടില്ലാത്ത, സ്വഹാബത്തിനറിയാത്ത താബിഈങ്ങൾക്കും തബഉ താബിഈങ്ങൾക്കും അതുപോലെ തന്നെ അലൈമത്തുൽ അർബഅ അവർക്കൊന്നും കേട്ടുകേൾവിയുമില്ലാത്ത പല ആചാരങ്ങളും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു പ്രവചനം, ആ പ്രവചനം ഇവിടെ പുലരേണ്ടതുണ്ട്. ആ പ്രവചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്. എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം അവർ സത്യത്തിൽ ഉറച്ച് ഉണർവോടെ അതുപോലെ തന്നെ പ്രത്യക്ഷമായി കൊണ്ട് സത്യത്തിൽ അടിയുറച്ച് നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ കാര്യം അത് നാട്ടിൽ പുലരേണ്ടതുണ്ട്, ലോകത്ത് കാണേണ്ടതുണ്ട്. തീർച്ചയായും അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ലാ തസാൽ, അത് നിലനിന്നുകൊണ്ടിരിക്കും. ത്വായിഫ, ഒരു കൂട്ടം അവരുണ്ടായിക്കൊണ്ടിരിക്കും. മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന്. ളാഹിരീന അലൽ ഹഖ്, അവർ ഹക്കിൽ ളാഹിറായിരിക്കും, പ്രകടമായിരിക്കും. ലാ യദുർറുഹും മൻ ഖദലഹും, അവരെ വഞ്ചിച്ചവർക്ക് അവരെ ഒരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കുകയില്ല. വലാ മൻ ഖാലഫഹും, അവർക്കെതിരെ നിൽക്കുന്നവർക്കും അവരെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. ഹത്താ യഅതി അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ ഒരു കൂട്ടം നാട്ടിലുണ്ടാകേണ്ടതുണ്ട്, ലോകത്ത് നിലനിൽക്കേണ്ടതുണ്ട്. അതിനെ ജനങ്ങൾക്ക് വിളിച്ചോതിത്തരുവാൻ അതേ അങ്ങനെയൊരു കൂട്ടമെന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്നുള്ള പുത്തനാചാരങ്ങളിലൊന്നും വീണുപോകാതെ യഥാർത്ഥ ദീനിൻ്റെ ആശയങ്ങളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് അതേ പലരും 6-ാം നൂറ്റാണ്ടെന്ന് കളിയാക്കി വിളിക്കുമാറ് 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ സുന്ദരമായ, ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും ഉത്തമമായ, ഉദാത്തമായ ആ മാർഗങ്ങളെ ഒരിക്കലും ഒരു ചേഞ്ചും വരുത്താതെ, ഒരു മാറ്റവും വരുത്താതെ മുറുകെ പിടിക്കുന്ന ഒരു ഖൗമ് ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന ആ സന്തോഷ വാർത്ത അത് നിങ്ങളെ അറിയിക്കാനും കൂടിയാണ് ഈ ഒരുമിച്ച് കൂടൽ. സഹോദരങ്ങളെ, ആളുകൾ ആശങ്കയിലാണ്. എവിടേക്കാണ് പോകേണ്ടത്? സുന്നി എന്ന് പറയുന്നവരുണ്ട്, സലഫി എന്ന് പറയുന്നവരുണ്ട്, മുജാഹിദ് എന്ന് പറയുന്നവരുണ്ട്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നു, സമസ്ത എന്നും AP എന്നും EK എന്നും തബ്ലീഗ് എന്നും അങ്ങനെ എണ്ണമറ്റ ത്വരീഖത്തുകളും അതുപോലെ തന്നെ കുരുവട്ടീരിസവും അതുപോലെ പലതും ആളുകൾ കണ്ട് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളെങ്ങനെയാണ് സ്വർഗത്തിൻ്റെ കക്ഷിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ എങ്ങനെ തിരിച്ചറിയും? ഏതാണ് ശരിക്കും സുന്നി, ഏതാണ് ശരിക്കും സലഫി എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ നമ്മളുടെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത്,
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ആശയക്കുഴപ്പത്തിനും നിങ്ങളെ വിട്ടു നൽകിയിട്ടില്ല. ആശങ്കപ്പെടേണ്ട ഒരു കാര്യത്തിലുമായി അല്ല നിങ്ങളെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടേച്ചു പോയത്. മറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തറക്തുക്കും അലൽ ബൈദാ തറക്തുക്കും അലൽ മഹീജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് വെളുത്ത ഒരു പാതയിലാണ്. അതിൻ്റെ രാവ് പകല് പോലെയാണ്. അതിൻ്റെ രാവ് പകല് പോലെയാണ്. അതിൻ്റെ രാവ് പകല് പോലെയാണ്. പകല് പോലെയുള്ള രാത്രി, അതായത് അതിൽ രാവും പകലും വ്യത്യാസമില്ല. സത്യം മനസ്സിലാക്കാൻ ശരിയായ പാത തിരഞ്ഞെടുക്കാൻ ആളുകൾക്ക് കണ്ണു തിരുമ്മി നോക്കേണ്ടതില്ല. അവ്യക്തതകളില്ല. രാവിലെ പോലും പകല് പോലെ, രാവ് പോലും പകല് പോലെ വ്യക്തമായ ഒരു വഴിയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുമ്പോൾ, അതുപോലെ തന്നെ തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു ഇൻ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നതി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അതിൻ്റെ ആശയം നമുക്കിങ്ങനെ കാണാം. നിങ്ങളിലിതാ ഞാൻ 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. ആ കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോവുകയില്ല. അള്ളാഹുവിൻ്റെ കിതാബും എൻ്റെ സുന്നത്തുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ആ കിതാബും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ സുന്നത്തുമുള്ളപ്പോൾ മുസ്ലിം സമൂഹത്തിന് ഒരു അപജയവും ഒരു കേടുപാടുകളും സംഭവിക്കുകയില്ല. ആരാണോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ മുറുകെ പിടിക്കണമെന്ന നിശ്ചയദാർഢ്യം അവനുള്ളത്, അവൻ വഴിപിഴക്കേണ്ട ആവശ്യമില്ല. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. വഴിപിഴക്കുന്നവൻ ആരാണ്? സ്വയം നശിച്ച അവൻ മാത്രമാണ്. നശിച്ചവനല്ലാതെ അതിൽ നിന്ന് തെറ്റിപ്പോവുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, സഹോദരങ്ങളെ, വഴിപിഴക്കാത്ത, യഥാർത്ഥത്തിലുള്ള, തെറ്റിപ്പോകേണ്ടതില്ലാത്ത ഈ പാതയിൽ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അതിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്ത് വിഷമങ്ങളുണ്ടാക്കുന്ന വേദനാജനകമായ പല മാറ്റങ്ങളും ഇസ്ലാമിലേക്കും ഇസ്ലാമിക സമൂഹത്തിലേക്ക് ആളുകൾ കടത്തിക്കൂട്ടിക്കൊണ്ടുവരുമ്പോൾ, സഹോദരങ്ങളെ, നിങ്ങളോടും കേൾക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, അവിടെ നിങ്ങൾ ചോദിക്കാൻ തയ്യാറാകണം. എവിടെ നിന്നാണിത്? ആരാണിത് കൊണ്ടുവന്നത്? ആരാണിത് ആദ്യമായി ചെയ്തത് എന്ന ചോദ്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ അത് പഠിപ്പിക്കുന്ന ആളുകളിലോട് ചോദിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ ഉമ്മത്തിനോട്, ഈ സമുദായത്തോട്, മുസ്ലിം സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിന് മുമ്പ് നമ്മളോട് ഓർമ്മിപ്പിച്ച, അതായത് മരണപ്പെടുന്നതിന് 4 മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന 3 മാസമോ അതിൽ ചില്ലറയും ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ്, ഏകദേശം 92ഓളം ദിവസങ്ങൾക്ക് മുമ്പ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ഉമ്മത്തിനെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി. എനിക്ക് ശേഷം ആരാണോ ജീവിക്കുന്നത്, ഫസയറ ഇഖ്തിലാഫൻ കസീറാ. സഹോദരങ്ങളെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴിൽ, ആ നേതൃത്വത്തിന് കീഴിൽ വളരെ സുന്ദരമായ ഐക്യത്തിൻ്റെ പാഠങ്ങൾ പഠിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനെ നോക്കിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, എനിക്ക് ശേഷം, എൻ്റെ ജീവിതത്തിന് ശേഷം ആരാണോ ജീവിക്കുന്നത്, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എനിക്ക് ശേഷം ആരാണോ ജീവിക്കുന്നത്, ഫസയറ ഇഖ്തിലാഫൻ കസീറാ, ഒരുപാട് ഇഖ്തിലാഫുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ അവൻ കാണുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ പ്രവചിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറബികളെക്കുറിച്ച്, അറബികൾ അവസാന കാലഘട്ടമാകുമ്പോൾ അവർ കെട്ടിടങ്ങൾ ഉയർത്തുന്നതിൽ മത്സരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് നേരിൽ കാണുകയാണ്. ലോകത്ത് ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളുടെ വിഷയത്തിൽ മത്സരിക്കുന്ന നാടുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അറബികളുടെ നാടുകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലോകാവസാനത്തിൻ്റെ അവസാന അടയാളമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അടയാളമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രവചനമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രവചനം, എൻ്റെ ഉമ്മത്ത് ഭിന്നിക്കും, എൻ്റെ ഉമ്മത്ത് പല കക്ഷികളാകും, അവർ തെറ്റിപ്പോകും,
എന്നാൽ അങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ, അഭിപ്രായ വ്യത്യാസങ്ങളിലായി കഴിഞ്ഞാൽ അതിന് ചികിത്സയുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മറുമരുന്നില്ലാത്ത ഒരു രോഗമല്ല, മറിച്ച് ആ രോഗത്തിന് ചികിത്സയുണ്ട്. ആ ചികിത്സ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി, എൻ്റെ സുന്നത്തിനെയാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. അതുപോലെ തന്നെ എനിക്ക് ശേഷം വരിക്കുന്ന ഖുലഫാഉർ റാഷിദീങ്ങളായ ഏറ്റവും നേർമാർഗം സിദ്ധിച്ചവരായ അവരുടെ മാർഗത്തിലാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, രോഗവും നമുക്ക് തിരിച്ചറിഞ്ഞു, മരുന്നും നമുക്ക് തിരിച്ചറിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും ഏതൊരു മാർഗത്തിലായിരുന്നു, ആ മാർഗത്തിൽ മുറുകെ പിടിച്ചാൽ സ്വർഗത്തിലേക്ക് നേരെ പോകാം. കാരണം സ്വർഗത്തിൽ പോകുമെന്ന് ആർക്കെങ്കിലും ആരെയെങ്കിലും കുറിച്ച് ഉറപ്പിച്ച് പറയാമെങ്കിൽ പറയാവുന്ന കൂട്ടർ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാ സ്വഹാബിമാരെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എല്ലാവർക്കും നാം ഹുസ്ന നൽകിയിരിക്കുന്നു, സ്വർഗം നൽകിയിരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ 10 പേരെ കുറിച്ച് പറയുന്നു. അബൂബക്രും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന എന്ന് പറഞ്ഞുകൊണ്ട് 10 സ്വഹാബിമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണുകയാണ്. അതുപോലെ തന്നെ ബദരീങ്ങളും ഉഹദിൽ പങ്കെടുത്തവരും ഖന്തക്കിൽ പങ്കെടുത്തവരുമെല്ലാം കടന്നുപോയിട്ടുണ്ട് സ്വർഗത്തിലേക്ക്. അവരെല്ലാവരും പോയ സ്വർഗത്തിലേക്ക് പോകുവാനാണോ നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവരുടെ മാർഗത്തെ മുറുകെ പിടിക്കലാണ് അതിനുള്ള വഴി. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു തന്നു, افترقت اليهود على 71 فرقة وافترقت النصارى على 72 فرقة كلها في النار إلا واحدة. അതുപോലെ തന്നെ وستفترق أمتي على 73 فرقة كلها في النار إلا واحدة എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ജൂതന്മാർ അവർ 71 കക്ഷികളായി പിരിഞ്ഞുപോയി. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ 72 കക്ഷികളായി തിരിഞ്ഞുപോയി. എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളാകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത് മാത്രമല്ല, കക്ഷികളായി പിരിയുമെന്ന് മാത്രമല്ല, ആ കക്ഷികളുടെ പര്യവസാനത്തെക്കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. കുല്ലുഹാ ഫിന്നാർ, അവയെല്ലാം നരകത്തിലാണ്. ഇല്ലാ വാഹിദ, അതിലൊരു കക്ഷിയെ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ആ കക്ഷി ഏതാണ് എന്ന് അറിയാനുള്ള ആഗ്രഹം നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മളെക്കാൾ ആ ആഗ്രഹം ഉണ്ടായിരുന്നവരായിരുന്നു സഹാബികൾ. അതുകൊണ്ട് തന്നെ അവർ ഉടനെ ചോദിച്ചു. നമ്മളത് കേൾക്കുമ്പോൾ ആ ഒരു വർത്തമാനമായിക്കൊണ്ട്, വെറുമൊരു സംസാരമായിക്കൊണ്ട് അതിനെ ഒഴിവാക്കുകയാണ് എങ്കിൽ നമ്മളുടെ മുൻഗാമികൾ, നമ്മളുടെ സഹാബത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അങ്ങനെയായിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലേ, ആ കക്ഷി ഏതാണ് എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരൂ, ആ കക്ഷി ഏതാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു കൊടുത്തു, മൻ കാന മിത്ല മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും എന്ന് ഏതൊരു നിലപാടിലാണോ നിലകൊള്ളുന്നത് ആ നിലപാടിൽ നിലകൊണ്ടവരാകുന്നു അവർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, ആ നിലപാടിലേക്ക് മടങ്ങാൻ, ആ നിലപാടിനെ പഠിക്കാൻ, ആ നിലപാടിനെ കണ്ടെത്താൻ, ആ നിലപാടുള്ളവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനെന്താണതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആരാണതിനെ മുറുകെ പിടിക്കുന്നത് എന്ന് പഠിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു അവസരമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിവസത്തിൽ നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. അള്ളാഹുവാണ് തൗഫീഖ് നൽകുന്നവൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനല്ലാതെ ഒരു കഴിവും കാര്യവുമില്ല. അള്ളാഹുവാണ് നമുക്ക് തൗഫീഖ് നൽകുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് കേൾക്കാൻ ശ്രമിക്കുന്ന, പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് വലിയൊരു വഴിത്തിരിവാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ ഈ റബീഉൽ അവ്വൽ 12, അതുപോലെ തന്നെ വർഷങ്ങളായിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് വർഷങ്ങളായിക്കൊണ്ട്, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ശരി തന്നെയാണ്, ഒരുപാട് വർഷങ്ങളായി, 1000ഓളം വർഷങ്ങളായി ഏകദേശം മുസ്ലിം സമൂഹത്തിൽ നബിദിനാഘോഷം ആരംഭിച്ചിട്ട് 1000ഓളം വർഷം. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടിട്ട് 1400 വർഷമായി.
1000-ഓളം വർഷമായി നബിദിനം ആരംഭിച്ചിട്ട്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. 1000-ഓളം വർഷം മുമ്പ്, 1400-ഓളം വർഷം മുമ്പ് ജീവിച്ച് മരണപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് നബിദിനം അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ജീവിച്ച സ്വഹാബിമാർക്ക് എന്തായാലും സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ, സ്വന്തത്തെക്കാൾ, കുടുംബത്തെക്കാൾ, മക്കളെക്കാൾ, ഭാര്യയെക്കാൾ, പിതാവിനേക്കാൾ, മാതാവിനേക്കാൾ, ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ജീവനേക്കാൾ, സമ്പത്തിനേക്കാൾ എല്ലാം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച സ്വഹാബത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ജീവിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്നും താങ്ങായിരുന്നു. സൗർ എന്ന ഗുഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്യുമ്പോൾ ആ ഹിജ്റയിൽ കൂട്ടായി, താങ്ങായി, തണലായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. എല്ലാ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ് ആ സന്ദർഭത്തെക്കുറിച്ച്. ആ ആയത്തിറക്കിയ രണ്ടാളുകൾ അവർ ഗുഹയിലായിരുന്ന ആ സന്ദർഭത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ ദന്നുക ബിത്നൈനില്ലാഹി ബിത്നൈനി അല്ലാഹു സാലിസുഹുമാ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, എന്താണ് അബൂബക്കറെ താങ്കളുടെ ചിന്ത? നമ്മൾ രണ്ടുപേരുമായിട്ടുള്ള ഈ രണ്ടുപേരും, അതുപോലെ മൂന്നാമനായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള ഈ രണ്ടുപേരെ കുറിച്ച് താങ്കളുടെ വിചാരം എന്താണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച അബൂബക്കർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പള്ളിയിലേക്ക് കടന്നു ചെന്ന് മിമ്പറിൽ കയറിയിരുന്ന് ആളുകൾക്ക് ഉത്ബോധനം നടത്തുകയാണ്. എന്താണ് കാര്യം? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയോട് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ കാണിച്ചു നൽകിയിരിക്കുന്നു. ഒരു അടിമ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻ തന്നിരിക്കുന്നു. എന്താണ് ആ അടിമയോട് പറഞ്ഞു കൊടുത്തത്? താങ്കൾ തിരഞ്ഞെടുക്കുക, ദുനിയാവിലെ ജീവിതമോ അതല്ല അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതോ താങ്കൾക്ക് തിരഞ്ഞെടുക്കാമെന്ന് ആ അടിമയോട് പറഞ്ഞപ്പോൾ ആ അടിമ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തു. ഇത് പറഞ്ഞ മാത്രയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോൾ ഞങ്ങൾക്കാർക്കും ഇത് മനസ്സിലായില്ലെന്ന് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല അബൂബക്കർ എന്തിനാണ് കരയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ പിന്നീട് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആ അടിമ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഓ അബൂബക്കർ, നിങ്ങൾ കരയരുത്, താങ്കൾ കരയരുത്. എന്നിട്ട് ആളുകൾക്ക് വിവരിച്ചു കൊടുത്തു, എൻ്റെ കാര്യത്തിൽ ധനം കൊണ്ടും ശരീരം കൊണ്ടും തൻ്റെ കൂട്ടുകെട്ട് കൊണ്ടും എനിക്ക് ഏറ്റവും കടപ്പെട്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. ഞാൻ മനുഷ്യരിൽ നിന്ന് ആരെങ്കിലും ഒരു ഖലീലിനെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ, ഏറ്റവും ഉന്നതമായ സ്നേഹത്തിൻ്റെ അളവായ ആ ഖുല്ല, അതിനെ ആരെങ്കിലുമായി ഞാൻ അബൂബക്കർ ആരെങ്കിലും മനുഷ്യരിൽ സ്വീകരിക്കുമായിരുന്നെങ്കിൽ അബൂബക്കറിനെ ഞാൻ സ്വീകരിച്ചേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്നാൽ ദീനിയായ സ്നേഹവും ഇഷ്ടവും സാഹോദര്യവുമാണ് ഞങ്ങൾക്കിടയിലുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിനുശേഷം 2 വർഷം ജീവിച്ചിരുന്നു, ഭരണാധികാരിയായിരുന്നു. പക്ഷേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമെന്നൊരു പരിപാടി ക്രിസ്ത്യാനികൾക്ക് അതുണ്ടായിരുന്നിട്ടുകൂടി, അവരുടെ കാര്യങ്ങളും വിഷയങ്ങളും അവർക്കറിയാമായിരുന്നിട്ടുകൂടി അവർ അത് ചെയ്തില്ല, അവരതിനെ അനുകരിച്ചില്ല. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കഴിഞ്ഞുപോയി, അദ്ദേഹത്തിൻ്റെ ഭരണവും കഴിഞ്ഞുപോയി. ആ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയൊരു സംഭവം നടന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുലഫാഉർ റാഷിദീങ്ങളിൽ അടുത്ത ആൾ, അദ്ദേഹവും ജീവിച്ചു. ആഘോഷങ്ങൾ പലതും കാണുന്നുണ്ട്, പല നാടുകളിലും പല ആഘോഷങ്ങളും ആചാരങ്ങളും അദ്ദേഹവും കാണുന്നുണ്ട്. ഒരു ആചാരത്തെയും ആഘോഷത്തെയും
ഇസ്ലാമിൻ്റെതെന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ അദ്ദേഹവും തയ്യാറായില്ല. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും ജീവിച്ചു. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ അവർ ജീവിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവരും ജീവിച്ചു. അങ്ങനെ താബിഈങ്ങളും അതുപോലെ തന്നെ തബഉ താബിഈങ്ങളും അവരങ്ങനെ കഴിഞ്ഞുപോയി. അവരാരും ഈ ഒരു പരിപാടിക്ക് നിന്നില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മാത്രമേ ഞങ്ങൾ മുറുകെ പിടിക്കുകയുള്ളൂ, അത് മാത്രമേ ദീനായി കൊണ്ട് നടക്കുകയുള്ളൂ എന്ന ഉറച്ച തീരുമാനം, നിശ്ചയദാർഢ്യം അവർക്കുമുണ്ടായിരുന്നു. അവരും അവരുടെ കാലഘട്ടവും കഴിഞ്ഞുപോയി. ഹിജ്റ 300കളിലേക്ക്, അതായത് താബിഈങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു, തബഉ താബിഈങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു. ഇനി അതാ അഇമ്മത്തുൽ അർബഅ അവരുടെ കാലഘട്ടമെത്തി. അവരുടെ കാലഘട്ടത്തിലും പല മനുഷ്യരെയും അവർ കണ്ടെങ്കിലും, രാജ്യങ്ങൾ പലതും വികസിച്ചെങ്കിലും, പല വിധത്തിലുള്ള ആളുകളുമായുള്ള മിശ്രണങ്ങൾ പല നാടുകളിൽ നടന്നെങ്കിലും, ഒരു ആചാരവും ഇത്തരത്തിലുള്ള ഒരു ആഘോഷവും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ അവരും തയ്യാറായില്ല. അങ്ങനെ ഇമാമിയങ്ങളും കഴിഞ്ഞുപോയി. അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരിക്കൽ പോലും നബിദിനത്തിൻ്റെ രാവിൽ ചെയ്യേണ്ട ഇബാദത്തുകൾ, കാലത്ത് ചെയ്യേണ്ട ഇബാദത്തുകൾ, ഉച്ചക്ക് ചെയ്യേണ്ട റാലിയുടെ രൂപം, അതുപോലെ തന്നെ വൈകുന്നേരം പൊട്ടിക്കേണ്ട പടക്കങ്ങളുടെ കണക്ക്, പാതിരാക്ക് പാടേണ്ട ഡിജെയുടെ പാട്ട്, ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. അവരും കഴിഞ്ഞുപോയി. അതിനുശേഷം ഹിജ്റ 300 മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും, തീർച്ചയായും ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് അത് എൻ്റെ നൂറ്റാണ്ടാണ്. കേൾക്കുമ്പോൾ ചിലർക്ക് അത്ഭുതം തോന്നിയേക്കാം. ഒരു നൂറ്റാണ്ടിനെ കുറിച്ച്, ഒരു മനുഷ്യരെ കുറിച്ച് ഇതാ ഒരാൾ പറയുകയാണ്, അതായത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏറ്റവും നല്ല നൂറ്റാണ്ട്, ഏറ്റവും നല്ല മനുഷ്യർ അത് എൻ്റെ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന സഹാബത്താണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും ഇത് അകലെ നിന്നോ അല്ലെങ്കിൽ അടുത്തു നിന്നോ വീക്ഷിക്കുന്നവർക്ക് അതിൽ അത്ഭുതമുണ്ടായേക്കാം. നിങ്ങൾക്കറിയുമോ, സമൂഹമെന്ന് അനുഭവിക്കുന്ന വലിയ വിഷയങ്ങളിലൊന്നാണ് ലഹരി എന്നത്. ലഹരി എന്നത് വലിയൊരു വിഷയമാണ്. സമൂഹത്തിൽ ലഹരി അതിൻ്റെ ആധിക്യം കൊണ്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ലഹരിയുടെ അപകടങ്ങൾ അത് തിരിച്ചറിയാത്തൊരു കുട്ടി പോലും ഇന്നില്ല. അല്ലെങ്കിൽ ലഹരിയുടെ രുചി തിരിച്ചറിയാത്ത കുട്ടിയില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ യോജിപ്പിച്ചത്. 3ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ലഹരി കൈമാറാൻ ഇന്ന് മാർക്കറ്റും മാഫിയകളും ഉണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ലഹരി എന്നത് തലക്ക് പിടിച്ച് മുന്തിരിവള്ളിയുടെ ചോട്ടിൽ ഖബറടക്കണമെന്ന ആഗ്രഹം മനസ്സിൽ പേറിയ, എന്നും ലഹരിയില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച്, ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയാത്ത ഒരു ലോകത്തിലൊരു ജനത ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഡാർക്ക് ഏജ് എന്ന് വിളിക്കപ്പെടുന്ന, ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്ന ഒരു നൂറ്റാണ്ട് ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിലുള്ള വിശ്വാസവും അന്ത്യദിനത്തിലുള്ള വിശ്വാസവും ആളുകൾ കൂട്ടി ഉറപ്പിക്കുകയും ഒരൊറ്റ ചോദ്യം, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങളിതിൽ നിന്നും വിരമിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ, മദീനയുടെ തെരുവോരങ്ങളിലൂടെ മദ്യത്തിൻ്റെ ചാലുകൾ ഒഴുകുമാറ് അവിടുത്തെ മദ്യക്കോപ്പകൾ സമരക്കാർ പോയി അടിച്ചു തകർത്തതല്ല, മറിച്ച് സ്വന്തം കടയിൽ വിൽക്കാൻ വേണ്ടി വെച്ചിരുന്ന മദ്യത്തിൻ്റെ ചഷകങ്ങൾ അവിടെ സ്വഹാബത്ത് പൊട്ടിച്ചൊലിച്ചിട്ടുണ്ടെങ്കിൽ, ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, അന്നു മുതൽ മുസ്ലിം സമൂഹം വലിയൊരു പരിവർത്തനത്തിന് വിധേയമായി. ഇനിയൊരിക്കലും മദ്യപിക്കാൻ പാടില്ല. ലഹരി ഉണ്ടാക്കുന്ന എന്തൊരു കാര്യമാണോ, കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മദ്യമാണ്. വകുല്ലു ഖംറിൻ ഹറാം, എല്ലാ മദ്യവും ഹറാമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, ഇനിയൊരിക്കലും മദ്യം എൻ്റെ കൈകൊണ്ട് തൊടുകയില്ല. ലഹരിയുടെ ഒരു വിധത്തിലുള്ള ഐറ്റവും ഞാൻ എൻ്റെ കണ്ണിന് നേരെ നോക്കിയതല്ലെങ്കിൽ ഞാൻ എൻ്റെ കൈകൊണ്ട് വാങ്ങുകയില്ല. അത് വാങ്ങുന്നവനും വിൽക്കുന്നവനും അത് സ്റ്റോർ ചെയ്യുന്നവനും കൊടുക്കുന്നവനും അതുപോലെ തന്നെ ഉണ്ടാക്കുന്നവനും കഴിക്കുന്നവനും കഴിപ്പിക്കുന്നവനും അതുപോലെ തന്നെ പകരുന്നവനുമെല്ലാം 10 നിലക്ക് ശപിക്കപ്പെട്ടവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ, അതുപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ലോകത്തിലെ ഒരേ ഒരു സമൂഹം. നിങ്ങളൊന്ന് ഗൂഗിളുണ്ടല്ലോ, അതുപോലെ തന്നെ ഇന്ന് പല സൗകര്യങ്ങളുണ്ടല്ലോ.
അന്വേഷിക്കാൻ വളരെ എളുപ്പമാണല്ലോ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ലോകത്ത് ഒരു സമൂഹത്തിൽ മുഴുവനായി ലഹരി നിർമാർജനം നടത്തപ്പെട്ടിട്ടുള്ള, ലോകത്ത് ഒരു സമൂഹം മുഴുവനും ലഹരി നിർമാർജനം നടത്തപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ലോകത്തുണ്ടോ എന്ന് ഒന്നൊന്ന് അന്വേഷിച്ച് നോക്ക്. മുഴുവനായി അതായത് പണ്ഡിതനും പാമരനും, പഠിപ്പിക്കുന്നവനും പഠിപ്പിക്കപ്പെടുന്നവനും, സമൂഹം മുഴുവനും ലഹരി മുക്തമാക്കപ്പെട്ട ഒരു സംഭവം ചരിത്രത്തിൽ നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് കിട്ടാനുണ്ടെങ്കിൽ അതൊരൊറ്റ ചരിത്രമേ കിട്ടൂ. മദ്യത്തിൽ ആറാടിയിരുന്ന ഒരു സമൂഹം, ആ സമൂഹം മാറിയ ഒരൊറ്റ ചരിത്രം ലോക ചരിത്രത്തിൽ. വർഷങ്ങൾ ഒരുപാട്, ആയിരക്കണക്കിന് വർഷങ്ങൾ മനുഷ്യന്മാർ അവർ ജീവിച്ചു വരുന്ന കാലഘട്ടങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷവും കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ലോകത്തൊരൊറ്റ ചരിത്രം മദ്യത്തെ, ലഹരിയെ പൂർണ്ണമായി മുക്തമാക്കിയ ഒരു സമൂഹത്തെ സൃഷ്ടിച്ച ഒരൊറ്റ ചരിത്രം. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഏതെടുത്താലും, ഇപ്പൊ നമുക്കറിയാം അബോർഷൻ നമ്മളുടെ നാട്ടിൽ വിധേയമാണ്. അബോർഷൻ എന്നതെന്താണ്? കുട്ടിയെ കൊല്ലലാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെ വയറ്റിൽ വെച്ചുകൊണ്ട് കഷ്ണമാക്കി കൊല്ലലാണ്. ഏതായാലും അതിൻ്റെ സാധുതയെക്കുറിച്ചോ ഒന്നുമല്ല നമുക്ക് സംസാരിക്കാനുള്ളത്. പക്ഷേ ഏതൊരു ഹൃദയവും പിടക്കുന്നൊരു വിഷയമാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ അരിഞ്ഞെരിഞ്ഞു കൊല്ലുക എന്നത്. അതിനെ കൊല്ലുക എന്ന വിഷയത്തിൽ പലപ്പോഴും ഈ അടുത്തും ചർച്ചയുണ്ടായി. അബോർഷന് വേണ്ടി പ്രേരിപ്പിച്ചതും പ്രേരിപ്പിക്കാത്തതുമൊക്കെയായി നാട്ടിൽ ചർച്ചയുണ്ടായതുമെല്ലാം നമുക്കറിയുന്നതാണ്. ആലോചിക്കുന്ന മനുഷ്യ മനസ്സിനെ അത് പ്രയാസമുണ്ടാക്കുന്ന, നീറ്റലുണ്ടാക്കുന്ന, പൊള്ളലുണ്ടാക്കുന്ന വിഷയമാണ്. അതിൻ്റെ ഒരു മുൻരൂപം, മുന്നത്തെ ഒരു കോപ്പി കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ലോകത്ത്. ജനിച്ചത് പെൺകുട്ടിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്നൊരു സമ്പ്രദായം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ച് അതാ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട, കൊല ചെയ്യപ്പെട്ട ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവർ എന്ത് കുറ്റത്തിന് വേണ്ടിയാണ് അവർ കൊല്ലപ്പെട്ടത് എന്ന് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എന്ന ചോദ്യം ചോദിക്കപ്പെട്ട ഒരു സമൂഹം, ഒരു ഗ്രന്ഥം അത് ലോകത്തുണ്ടായിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ അത് പാടില്ലാത്ത ഹറാമായ കാര്യമാണ്. കുട്ടിയെ കൊല്ലരുത്. അത് വയറ്റിനുള്ളിലുള്ള കുട്ടിയായാലും പുറത്തുള്ള കുട്ടിയായാലും അത് കുട്ടിയാണോ അതിനെ കൊല്ലരുതെന്ന് പഠിപ്പിച്ച് അത് അതേപോലെ ജീവിതത്തിൽ കൊണ്ടുവന്ന് പരിവർത്തനമുണ്ടായ ഒരു സമൂഹമായിരുന്നു ആ എൻ്റെ സമുദായമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സമൂഹം. ഖൈറുന്നാസി ഖർനി, ഏറ്റവും നല്ല സമൂഹം എൻ്റെ നൂറ്റാണ്ടാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അങ്ങനെ പരിവർത്തനത്തിന് വിധേയമായ ആ സ്വഹാബത്തിൻ്റെ സമൂഹം, അതിനുശേഷം സുമ്മല്ലദീന യലൂനഹും, ആ സ്വഹാബിമാരെ കണ്ടു പഠിച്ച ആ താബിഈങ്ങളുടെ സമൂഹം, പിന്നീട് സുമ്മല്ലദീന യലൂനഹും, ആ താബിഈങ്ങളെ കണ്ടുപഠിച്ച തബഉ താബിഈങ്ങളുടെ സമൂഹം. ആ സമൂഹമാണ് ലോകത്തേറ്റവും നല്ല സമൂഹം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് എന്നേ നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. അങ്ങനെയൊരു സമൂഹം ലോകത്തുണ്ടായിട്ടില്ല. അങ്ങനെയൊരു സമൂഹം ലോകത്തുണ്ടായിട്ടില്ല. അതിനെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്. ആരൊക്കെ നിഷേധിക്കുന്നുണ്ടോ, പല ആളുകളും പലതിനെയും കോട്ടിമാട്ടാനും അതുപോലെ തന്നെ തലതിരിച്ച് വായിക്കാനുമൊക്കെ പലരും ശ്രമിക്കുന്നുണ്ട്. പലരും യൂട്യൂബും അതുപോലെ തന്നെയുള്ള സോഷ്യൽ മീഡിയകളും ആയുധമാക്കിക്കൊണ്ട് ആളുകൾ പലതും ശ്രമിച്ചു നോക്കുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിനെ കരിവാരിത്തേക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അല്ലാഹുവിൻ്റെ റസൂലെ താങ്കളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവനാണ് വാലറ്റവൻ, പിന്നീട് ശ്രേണിയില്ലാത്തവനെന്ന്, മുറിഞ്ഞു പോയവനവനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ വാക്ക് തന്നെയാണ് ഇന്നത് ചെയ്യുന്നവരോട് നമുക്കും
പറയാനുള്ളത്. അള്ളാഹുവിൻ്റെ കിതാബ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്ത്, അതുപോലൊന്ന് ലോകത്ത് മറ്റൊന്നില്ല, അതുപോലെ ഉത്തമമായ മറ്റൊന്നില്ല. ആ കിതാബും സുന്നത്തും വാർത്തെടുത്ത സമൂഹം പോലെ മറ്റൊരു സമൂഹവുമില്ല. മുസ്ലിങ്ങളെ, നമ്മളൊന്ന് ആലോചിക്കണം, നമ്മൾ അവരെ പോലെയാകണോ? അതല്ല, അതിനുശേഷം ദീനിൽ പുതിയതായി പലതും കൂട്ടിക്കടത്തിയ, ദീനിനെ ഉപദ്രവിക്കാനും ദീനിനെ ഒളിഞ്ഞ് മറയിൽ നിന്നുകൊണ്ട് പലതും കടത്തിക്കൂട്ടാനും അങ്ങനെ മുസ്ലിമീങ്ങളെ യഥാർത്ഥ പാതയിൽ നിന്ന് തെറ്റിക്കാനും ശ്രമിച്ച മജൂസികളുടെയും യഹൂദന്മാരുടെയും അതുപോലെ തന്നെ മുൽഹിദീങ്ങൾ, അതായത് മതമില്ലാത്തവരുടെയും പാതയിലാണോ നിങ്ങൾക്ക് ചേരേണ്ടത്? അതല്ല മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയിലാണോ ചേരേണ്ടത്? നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ നബിദിനം അതാരാണ് ഈ സമൂഹത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത്? മുസ്ലിം ഉമ്മത്തിലേക്ക് നബിദിനാഘോഷം ആദ്യമായി കൊണ്ടുവന്നത് ചരിത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ ഇമാം അൽ മഖ്രീസി റഹിമഹുല്ലാ അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇബറിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഈ കാര്യം കൊണ്ടുവന്നത് ആദ്യമായി സമൂഹത്തിലേക്ക് എടുത്തിട്ടത് അത് ഉബൈദിയാക്കളാകുന്നു. ആരാണ് ഈ ഉബൈദിയാക്കൾ? സമൂഹത്തിൽ ആദ്യമായി നബിദിനമെന്ന ഈ ആഘോഷത്തെ പഠിപ്പിച്ചു നൽകിയത് ആരാണ്? നമ്മൾ പഠിക്കണ്ടേ? നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഈ നബിദിനം ആഘോഷിക്കുന്നവരെല്ലാവരും ഇത് ആഘോഷിച്ചങ്ങ് പോയാൽ മതിയോ? ഇതിൻ്റെ സ്ഥാപകനാരാണ്? സ്ഥാപക നേതാവ് ആരാണെന്ന് പഠിക്കണ്ടേ? ആലോചിക്കണ്ടേ? അതിനാൽ സഹോദരങ്ങളെ, ഉബൈദിയാക്കൾ ആരാണ്? ഉബൈദിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പേരിൽ ലേബലിൽ കടന്നു വരികയും പച്ചയായ കുഫർ അതിനെ ഒളിപ്പിച്ചു വെക്കുകയും എന്നിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ആ കുഫ്രൻ വിശ്വാസങ്ങളെ പരത്തുകയും ചെയ്ത ഒരു സമൂഹമാണ് ഉബൈദിയാക്കൾ എന്ന് പറഞ്ഞാൽ. ആ ഉബൈദിയാക്കൾ അവർ മുസ്ലിമീങ്ങളല്ല എന്നതിന് ഉലമാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസവുമില്ല. ഏത് ആലിമാകട്ടെ അവർക്കെല്ലാവർക്കും അറിയാം, ഉബൈദിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിമീങ്ങളല്ല. ഇന്നത്തെ കാലത്ത് അവർ അറിയപ്പെടുന്നത് ദ്രൂസ്. നമുക്കറിയാം, ഇവിടെ ഇസ്രായേലും അതുപോലെ തന്നെ ഫലസ്തീനും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ വേറൊരു പ്രത്യേകം ഒരു മുസ്ലിം പേരിലുള്ള വേറൊരു കൂട്ടം ദ്രൂസ് എന്നറിയപ്പെടുന്ന അവരാണ് ഉബൈദിയാക്കൾ. അവർ മുസ്ലിമീങ്ങളല്ല എന്നതിന് ഈ ഉമ്മത്തിലെ മുസ്ലിമീങ്ങൾ, ഇമാമീങ്ങൾ അവരുടെയൊക്കെ സാക്ഷ്യമുണ്ട്. അവർ മുസ്ലിമീങ്ങളല്ല എന്ന് മാത്രമല്ല, അവരിൽ ചില ആളുകൾ, നേതാക്കന്മാർ പറഞ്ഞത് ഞാൻ തന്നെയാണ് അള്ളാഹു എന്നാണ്. ഞാനാണ് അള്ളാഹു, ഞാനാണ് ലോകത്തിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞവർ വരെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഉബൈദിയാക്കൾ അവരുടെ പരിപാടിയായിരുന്നു വർഷത്തിൽ പലപ്പോഴായിക്കൊണ്ട് ഓരോ ആഘോഷങ്ങളുമായി മുന്നിലേക്ക് കടന്നു വരിക എന്നത്. അതിൽപ്പെട്ട ഒരു ആഘോഷമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ദിവസം ആളുകളെ കൊണ്ട് റോട്ടിൽ ആഘോഷ പരിപാടികൾ ചെയ്യിപ്പിച്ച ഉബൈദിയാക്കൾ അങ്ങനെ സന്തോഷം കണ്ടെത്തിയ ആ ദിവസമായിരുന്നു ആദ്യത്തെ മൗലിദാഘോഷങ്ങൾ. പിന്നീടത് ഇസ്ലാമിക സമൂഹം മറ്റേതൊരു ആചാരത്തെയും പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ പ്രവചനം അത് ഏതായാലും നടക്കുമെന്നതിൽ നമുക്കൊരു സംശയവുമില്ല. പക്ഷേ അപകടം നിറഞ്ഞ ആ വിഷയങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത് എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹറ ദബ്ബിൻ ലദഖൽതുമൂഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ മുൻകാലക്കാരുടെ സുന്നത്തുകളെ, ചര്യകളെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരുക തന്നെ ചെയ്യും. ഇനി അവരെങ്ങാനും ഉടുമ്പിൻ്റെ മാളത്തിൽ കഷ്ടപ്പെട്ടവർ കയറിയാൽ, ഉടുമ്പിൻ്റെ മാളത്തിൽ കയറുക എന്നത് ഒരാൾക്ക് കഴിയില്ല, പക്ഷെ അവർ കയറിയാൽ, നിങ്ങളുടെ മുന്നത്തുള്ള സമുദായങ്ങൾ കയറിയാൽ നിങ്ങളും കയറും. അങ്ങനെ ഒരവസ്ഥ മുസ്ലിം സമൂഹത്തിനുണ്ടാകും. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അൽ യഹൂദു വൻ നസാറ, ജൂതന്മാരും നസ്രാണികളുമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമൻ, പിന്നെ ആരാണ്? അവരുടെ ചര്യകളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിന്തുടരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ വാക്യത്തെ സാക്ഷാത്കരിക്കുന്നതിൻ്റെ സാക്ഷാത്കാരങ്ങൾ നമ്മൾ റബീഉൽ അവ്വൽ 12 കണ്ടു. ഉബൈദിയാക്കളത് സമൂഹത്തിലേക്ക് എടുത്തിട്ട് കൊണ്ടുവന്നു.
അങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ കക്ഷികൾ, റാഫിദികൾ, അതായത് ഷിയാക്കളിലെ കടുത്ത ആളുകളായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാഫിർ എന്ന് വിളിക്കുന്ന, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാഫിർ എന്ന് വിളിക്കുന്ന, അതുപോലെ തന്നെ സ്വഹാബിമാർ ഭൂരിഭാഗത്തെയും കാഫിർ എന്ന് വിളിക്കുന്ന, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയെ കാഫിർ എന്ന് വിളിക്കുന്ന, വ്യഭിചാരിണി എന്ന് വിളിക്കുന്ന ആ റാഫിദാക്കൾ അതിനെ ഏറ്റെടുത്തു. ഉബൈദിയാക്കളും റാഫിദാക്കളും ചെയ്ത് ഇനിയോ ഷിയാക്കൾ, ബാക്കിയുള്ള ഷിയാക്കളും അതിനെ ഏറ്റെടുത്തു. അതുപോലെ തന്നെ എന്തൊരു വിവരക്കേട് നാട്ടിലുണ്ടെങ്കിലും അതിനെ ഏറ്റെടുക്കാൻ പോന്ന സൂഫിയാക്കളും അതിനെ ഏറ്റെടുത്തു. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ സൂഫിയാക്കളുടെ കൂടെ ഒരുത്തനുണ്ടാവുക എന്നത് അവൻ്റെ ബുദ്ധി നഷ്ടപ്പെടുക, തീറ്റ കൂടുക, ഉറക്കം കൂടുക, മടി കൂടുക എന്ന അവസ്ഥയായിരിക്കും സൂഫിയാക്കളുടെ കൂടെ കൂടിയവരുടെ അവസ്ഥ എന്ന് പറഞ്ഞത് വ്യക്തമായി കാണാവുന്ന രൂപത്തിലുള്ള സൂഫിയാക്കൾ തീറ്റക്കുള്ള വകുപ്പുണ്ടെങ്കിൽ, പത്തിരിയും നെയ്ച്ചോറും കോയിറച്ചിയും ബീഫും ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ദീനാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഒരു മടിയുമില്ലാത്ത അവരും ഇതിനെ ഏറ്റെടുത്തു. അങ്ങനെ മുസ്ലിം സമൂഹം ഉസ്താദുമാര് ചെയ്യുന്നത് തെറ്റാകുമോ? ഉസ്താദുമാരല്ലേ ചെയ്യുന്നത്, അതെങ്ങനെ തെറ്റാകും എന്ന് ചോദിച്ചു. ഉസ്താദുമാർക്കിനി നല്ല കാര്യം പത്തിരിയും ഇറച്ചിയും കൊടുത്താൽ അത് നല്ലതാണെന്ന് പറയും, മോശം കാര്യം പത്തിരി ഇറച്ചിയും കൊടുത്താൽ മോശമാണെന്ന് പറയുന്ന ഉസ്താദുമാരുടെ പ്രവർത്തനം കണ്ടിട്ട് ഒരിക്കലും നല്ലതും ശരിയും തിരഞ്ഞെടുക്കാൻ ഒരു വകുപ്പുമില്ല. സഹോദരങ്ങളെ, ദീനിനെ വെറും തീറ്റക്കുള്ള കീശ വീർപ്പിക്കാനുള്ള മാർഗം മാത്രമാക്കിയവർ ഈ ഉമ്മത്തിനെ കൊണ്ടു ചാടിച്ച അദാബുകൾ ചെറുതല്ല. അതിനെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങൾ നമ്മളുടെ ഉസ്താദുമാർ ഓരോരുത്തരും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ചെറിയ സൂചനകൾ നൽകിയെന്ന് മാത്രം. സഹോദരങ്ങളെ, ആ റസൂൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ആയിത്തീരാൻ മാതൃകയാക്കേണ്ടതുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. ആരാണോ അല്ലാഹുവിനും അന്ത്യദിനത്തിലെയും പ്രതീക്ഷിക്കുന്നത് അവർക്ക് അല്ലാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ടെന്ന് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലേക്ക് നമ്മൾ തിരിച്ചു നടക്കേണ്ടതുണ്ട്. ഏത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്ക് കാണാൻ കഴിയാത്തത്? ഏത് മേഖലയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്കില്ലാത്തത്? ഏത് വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്തത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുമ്പോൾ അതാ മുകളിലൂടെ, ആകാശത്തിലൂടെ ഒരു പക്ഷിയെങ്ങാനും മുകളിലൂടെ പറന്ന് അതിൻ്റെ ചിറകിൽ നമുക്കറിയാൻ വല്ല ഖൈറുമുണ്ടെങ്കിൽ ആ ഖൈറും ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ വിട്ട് പിരിഞ്ഞതെന്ന് അബൂ ദർ അൽ ഖിഫാരി അല്ലെങ്കിൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുമ്പോൾ, സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, എല്ലാം പഠിപ്പിച്ചു തന്നു. ലോകത്ത് സമ്പൂർണമായ, പരിപൂർണമായ, ഏറ്റവും നന്മ നിറഞ്ഞ ഒരു ജീവിത ദർശനം, ഒരു മതം, ഒരു ജീവിക്കാനുള്ള ജനനം മുതൽ മരണം വരെ, ജീവിച്ച് മരിക്കുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ എന്തൊക്കെ, എങ്ങനെയൊക്കെ എന്ന് ജീവിതത്തിൻ്റെ മുച്ചൂടും ടച്ച് ചെയ്യുന്ന ഒരേ ഒരു ആദർശം ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. ഒരു കുട്ടി ജനിച്ചത് മുതൽ മരണപ്പെട്ട് അവനെ ഖബറിൽ വെക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണമെന്നതിൽ ഒരാൾക്കും ഒരു ചോദ്യചിഹ്നം ബാക്കിയാക്കാതെ, ഒരു കുട്ടി ഉമ്മയോടെങ്ങനെ പെരുമാറണമെന്ന്, ഒരു ഉമ്മ മകനോടെങ്ങനെ പെരുമാറണമെന്ന്, മാതാപിതാക്കളോട്, അതുപോലെ തന്നെ വലിയവരോട്, ചെറിയവരോട്, അതുപോലെ തന്നെ സഹോദരന്മാരോട്, കൂട്ടുകാരോട്, നാട്ടുകാരോട്, കച്ചവടത്തിൽ രാജാവിനോട്, രാജാവ് പ്രജകളോട്, ലോകത്ത് മനുഷ്യർ തമ്മിൽ എന്തൊക്കെ ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ടോ അതൊന്നും വിട്ടുപോകാതെ, ഒരൊറ്റ കാര്യം പോലും വിട്ടുപോകാതെ, കച്ചവടം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പലിശ മുഖേന നഷ്ടം പറ്റിപ്പോയ, ജീവിതം നശിച്ചു പോയ, ആത്മഹത്യകളിലേക്ക് പോയ ആളുകളുടെ കണക്കെടുക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ പലിശയെക്കുറിച്ച് പലരും ആലോചിക്കാറ്. പല ആളുകളും പറയാറുണ്ട്, പലിശ കൊണ്ട് കുടുങ്ങിപ്പോയി. കുടുങ്ങുമ്പോഴാണ് അല്ലാഹു ഇത് ഹറാമാക്കിയിട്ടുള്ളതാണല്ലോ എന്ന ഓർമ്മ വരിക. അതെ, നിങ്ങൾ കുടുങ്ങിപ്പോകാതിരിക്കാൻ,
നിങ്ങൾ ആത്മഹത്യകളിലേക്ക് പോകാതിരിക്കാൻ, നിങ്ങൾ പല പുഴകളുടെയും അടിയിലുള്ള ചെളിമണ്ണിൽ പൂഴാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹറാമാക്കി, പലിശയെ ഹറാമാക്കി. ജീവിതത്തിൽ എന്തൊരു കാര്യം നല്ലതുണ്ടോ കൽപ്പിക്കാതെ പോയിട്ടില്ല. എന്തൊരു തിന്മ മോശമുണ്ടോ പല ആളുകളും പലതിനെയും കൂട്ടിക്കുഴക്കുന്നു. വിവാഹത്തെ മോശമാക്കി വ്യഭിചാരത്തെ പുണ്യമാക്കുന്ന ആളുകളെന്ന് നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ആദർശത്തെ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഇന്ന് ആളുകൾക്ക് അഭിമാനം വ്യഭിചാരമാണ്, വിവാഹം അപമാനമാണ്. പക്ഷേ ലോകത്തിന്റെ റബ്ബിന്റെ മുന്നിൽ തൃപ്തി ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ മാന്യനായി നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടുന്ന സമയത്ത് വഷളാകാതിരിക്കണമെന്ന് ആഗ്രഹമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹം തന്നെയാണ് ഏറ്റവും പുണ്യം നിറഞ്ഞ കാര്യമെന്ന് പഠിപ്പിച്ച, ഇതാണ് ഏറ്റവും മാന്യമെന്ന് ജനങ്ങൾക്കറിയിച്ച ആളുകൾ ചോദിക്കുകയാണ്, വിവാഹം ഒഴിവാക്കി വ്യഭിചാരമായി എടുത്താൽ എന്താണ് കുഴപ്പം? ആളുകൾക്ക് മറുപടി പറയാനില്ല. ആളുകൾ എന്ത് മറുപടി പറയും? വിവാഹം വേണ്ട, വ്യഭിചാരമാണ് നല്ലത്, എൻ്റെ മക്കളൊക്കെ വ്യഭിചരിക്കുകയാണ്, എനിക്കവരെ തടയാൻ പറ്റുന്നില്ല എന്നൊരു പിതാവ് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹം ചോദിക്കുന്നു, അതിനെന്താ? എൻ്റെ മകളെ രാത്രിയിൽ വീട്ടിൽ കാണാനില്ല, അവൾ ഏതെങ്കിലും ഒരു ദിവസം കയറി വരും എന്ന് പറഞ്ഞാൽ അതിനെന്താ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ അല്ല, അങ്ങനെ പാടില്ല, അത് ഹറാമാണ്, അത് പാടില്ലാത്ത ചര്യയാണ്, മറിച്ച് അത് റബ്ബ് സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള തിന്മയാണ് എന്ന് ചങ്കൂറ്റത്തോടു കൂടി പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കുകളാണ് നമുക്ക് മാതൃക. വലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ മുസ്ലിമിന് അഭിമാനമാണ്, ആ ആദർശം മുസ്ലിമിന് അഭിമാനമാണ്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, ആ അഭിമാനത്തെ കളഞ്ഞു കുളിക്കരുത്, ആ അഭിമാനത്തെ ഇല്ലാതാക്കി കളയരുത്. നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് അഭിമാനമാണ്, നിങ്ങളുടെ ദീൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഭിമാനത്തിന് ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അല്ലാഹുവിനും അവന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാകുന്നു പ്രതാപവും അഭിമാനവും ഉള്ളത്. അല്ല, ഇന്നത്തെ അവസ്ഥ എന്താണ്? ഏതൊരുവിധ തിന്മകളിൽ ആരെങ്കിലും ഏർപ്പെട്ടാലും അവന് ചോദിക്കാനുള്ളത് അതിനെന്താ എന്നാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന ആൾ ചോദിക്കുന്നു, അതിനെന്താ? അബോർഷനെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കുന്നു, അതിനെന്താ? അതുപോലെ തന്നെ ഡ്രഗ്സിന്റെയും അതുപോലെ തന്നെ മാഫിയകളിൽ ഉൾപ്പെട്ട് അതിൽ നിന്നും ലാഭങ്ങൾ കൊയ്യുമ്പോൾ ആളുകൾ ചോദിക്കുന്നു, അതിനെന്താ? എൻ്റെ കുടുംബം പുലർത്താനല്ലേ, അതിനെന്താ? എന്താ പ്രശ്നം? ഏത് വിഷയമെടുത്താലും ഇനി മോഷ്ടിക്കുന്ന മോഷ്ടാവ് അവനെൻ്റെ കുടുംബം പുലർത്താനാണ്, ഞാൻ വേറൊന്നിനും വേണ്ടിയല്ല, പണക്കാരന് കുറച്ച് പൈസ നഷ്ടപ്പെട്ടാൽ എന്താ, എൻ്റെ കുടുംബം പട്ടിണിയാണ്, അതിനെന്താണ്? എന്താ പ്രശ്നം? ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ ചൂണ്ടിക്കാണിക്കാൻ. ഇതാ നമ്മളുടെ നാടുകളിൽ പലരും പലിശക്കും അതുപോലെ തന്നെ കടവും മറ്റുമായി ആളുകളിൽ നിന്ന് പണം വാങ്ങി ലക്ഷങ്ങളും കോടികളും ആളുകളിൽ നിന്ന് പറ്റിച്ചെടുത്ത് മറ്റു നാടുകളിൽ ഒളിച്ചുപോയി സന്തോഷത്തോടെ സുഖമായി താമസിക്കുന്ന ആളുകളുണ്ട്. അവരോടൊന്ന് ചോദിച്ചു നോക്ക്, ഇതൊക്കെ പാടുണ്ടോ? അവർ ചോദിക്കും, അതിനെന്താ പ്രശ്നം? അതിനെന്താ പ്രശ്നം? അതിനൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഈ കണക്കുകൾ മുഴുവൻ നീ ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു സ്ഥലം, ഒരു സന്ദർഭം, ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. യൗമ യഅദ്ദു الظാലിമു അലാ യദൈഹി വയഖൂലുൽ കാഫിറു യാ ലൈതനി ഇത്തഖദ് വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ. ആ അക്രമികൾ വിരൽ കടിക്കുന്ന ആ ദിവസം വരാനുണ്ട്. ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുകയും അതുപോലെ തന്നെ നിനക്ക് ജീവനും വെള്ളവും വായുവും മാതാപിതാക്കളെയും മക്കളെയും അതുപോലെ തന്നെ സൗകര്യങ്ങളെയും നിന്റെ വസ്ത്രത്തെയും ഭക്ഷണവും വായുവും എന്ന് വേണ്ട ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്ന് വേറൊന്നും എനിക്ക് വേണ്ട, മറിച്ച് നീ എന്നെ മാത്രം ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞ ആ റബ്ബിനോടുള്ള ആരാധനയിൽ പങ്കുചേർത്ത് മറ്റുള്ളവരെ ആരാധിക്കുന്ന മനുഷ്യ, ഖബറുകൾക്ക് മുന്നിലും അതുപോലെ തന്നെ മറ്റുള്ള മണ്ഡപങ്ങൾക്ക് മുന്നിലുമെല്ലാം അല്ലാഹു അല്ലാത്ത ലോകത്തിന്റെ റബ്ബിനെ അല്ലാത്തവർക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്നവരോട് ആ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെ മാത്രമേ നീ പേടിക്കേണ്ടതുള്ളൂ. വേറൊരു കാര്യവും അതിന് വേറെ എല്ലാ കാരണങ്ങളോടും നിനക്ക് ചോദിക്കാം, അതിനെന്താ? പക്ഷെ ഇതിനോട് നിനക്ക് ചോദിക്കാൻ കഴിയുകയില്ല. ഇത് റബ്ബ് പറഞ്ഞതുപോലെ നീ ജീവിച്ചാലേ നിനക്ക് രക്ഷ കിട്ടൂ. അതിനാൽ സഹോദരങ്ങളെ, അള്ളാഹു പഠിപ്പിച്ചത് എന്താണെന്ന്,
അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് അറിയിച്ചു തന്നത് എന്താണെന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അല്ലാഹുവിൻ്റെ ദൂതൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണെന്ന് കൃത്യമായി പഠിക്കാതെ മനസ്സിലാക്കാതെ നാളെ പരലോകത്തേക്ക് ചെല്ലുകയാണെങ്കിൽ വൽഅസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് കാലം തന്നെ സത്യമെന്ന് പറഞ്ഞ ആ റബ്ബ് പറയുകയാണ്, നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പരസ്പരം നന്മ കൊണ്ടും അതുപോലെ തന്നെ ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിച്ചവരും ഒഴികെ എല്ലാവരും നഷ്ടക്കാരാണെന്ന് പറഞ്ഞ ആ നഷ്ടത്തിൻ്റെ രുചി അറിയണ്ടായെങ്കിൽ, ആ കയ്പ് അനുഭവിക്കണ്ടായെങ്കിൽ ഈ ദീനിലേക്ക്, ഈ യഥാർത്ഥ പാതയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കാനും അതിൽ നിന്ന് വിട്ടു നിൽക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് തൗഹീദിനെ കുറിച്ച്, ശിർക്കിനെ കുറിച്ച്, അതായത് ഇസ്ലാമിൻ്റെ അടിത്തറയെക്കുറിച്ച് ഉള്ള ഒരു സംസാരമാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മളോട് ഉസ്താദ് അബു അബ്ദുറഹ്മാൻ നൗഷാദ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ അറിയാതിരിക്കാൻ ഒരിക്കലും പാടില്ലാത്ത വിഷയമാണ്. ശ്രദ്ധിക്കുക, പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, സത്യത്തിൻ്റെ മാർഗം കാണിച്ചു തരാനുള്ള തൗഫീഖ് ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.